തോട്ടം മേഖലയിൽ നിന്നുമുള്ള IAS IPS ഉദ്യോഗസ്ഥർ എന്ന സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക്. വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് UP സ്കൂളിൽ IAS IPS കോച്ചിംഗ് ക്ലാസുകൾ തുടങ്ങി. തോട്ടം മേഖലയിൽ നിന്നും ഭരണസിരാ കേന്ദ്രത്തിലേക്ക് കുട്ടികളെ എത്തിക്കുക എന്ന പദ്ധതിക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. IAS IPS IFS ഉൾപ്പെടെ രാജ്യത്ത് നടക്കുന്ന സിവിൽ സർവീസ് പരീക്ഷയിൽ തോട്ടം മേഖലയിൽ നിന്നുള്ള കുട്ടികളെ എത്തിച്ച് ഭരണസിരാ കേന്ദ്രത്തിന്റെ തലപ്പത്ത് എത്തിക്കുക എന്ന പദ്ധതിക്കാണ് വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് UP സ്കൂളിൽ രൂപം നൽകിയിരിക്കുന്നത്. പ്രധാനമായും 5, 6, 7 ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ തുടങ്ങി വരുന്ന 15 വർഷത്തിനുള്ളിൽ IAS IPS തുടങ്ങിയ മേഖലയിലേക്ക് തോട്ടം മേഖലയായ വണ്ടിപ്പെരിയാറിൽ നിന്നും ഉദ്യോഗസ്ഥരെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കോച്ചിംഗ് ക്ലാസുകൾ ആരംഭിക്കുന്നത്. കഴിഞ്ഞ 2 വർഷക്കാലമായി അധ്യാപകരുടെയും മറ്റ് പൊതുപ്രവർത്തകരുടെയും നേതൃത്വത്തിൽ നടത്തിയ പ്രയത്നത്തിന്റെ ഫലമായാണ് കോച്ചിംഗ് സെന്റർ എന്ന സ്വപ്നം യാഥാർത്ഥ്യമായത്. പഠിക്കുവാനും വളരുവാനും ഒപ്പം ഭരണസിരാ കേന്ദ്രത്തിലേക്ക് എത്താനും താല്പര്യമുള്ള കുട്ടികളെ കണ്ടെത്തി അവർക്ക് പ്രത്യേകം സൗജന്യമായി കോച്ചിംഗ് നൽകും. ഇതോടൊപ്പം പഠനത്തിനാവശ്യമായ മുഴുവൻ സഹായങ്ങളും സെന്ററിൽ നിന്നും ലഭിക്കുകയും ചെയ്യും. ഇതിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന യോഗത്തിൽ PTA പ്രസിഡന്റ് ഡാനിയൽ അധ്യക്ഷനായിരുന്നു. സ്കൂൾ ഹെഡ്മാസ്റ്റർ ST രാജ് സ്വാഗതം ആശംസിച്ച ചടങ്ങ് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KD അജിത്ത് തിരിതെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. എന്നാൽ ഇന്ന് നമ്മൾ തുടങ്ങി വെക്കുന്ന ഈ നേട്ടം അല്ലെങ്കിൽ ഇന്ന് തുടങ്ങുന്ന സംരംഭം നമ്മുടെ വണ്ടിപ്പെരിയാർ സ്കൂളിന്റെ ചരിത്രത്തിൽ എഴുതി ചേർക്കുന്ന സുവർണലിപികളാൽ എഴുതി ചേർക്കുന്ന ഒരു പുതിയ ചരിത്രമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാനിത് പറയുന്നത് കഴിഞ്ഞ തവണ ഇതേ വേദിയിൽ വെച്ച് ഈ കാര്യത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 2 വർഷത്തിന് മുമ്പ് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് നമ്മുടെ വണ്ടിപ്പെരിയാർ മേഖലയിൽ വിദ്യാഭ്യാസ രംഗത്ത് കൈവരിക്കേണ്ട നേട്ടങ്ങളെ സംബന്ധിച്ച് ഒരു സെമിനാർ സംഘടിപ്പിക്കുകയുണ്ടായി. മുഖ്യ അതിഥിയായി തമിഴ്നാട് കമ്പം IAS കോച്ചിംഗ് അക്കാദമി ചെയർമാൻ അഡ്വക്കേറ്റ് പ്രകാശ് പങ്കെടുത്ത് കുട്ടികൾക്കും മാതാപിതാക്കൾക്കും മാർഗനിർദ്ദേശം നൽകുകയും ചെയ്തു. അടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി പൈനാടത്ത്, അഫി ട്രസ്റ്റ് കേരള കോർഡിനേറ്റർ കുമാർ വാളാടി, R രാമു, ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരായ S ജർമലിൻ, D തങ്കോദരൈ, റിട്ടയർഡ് BDO M ഹരിദാസ്, റിട്ടയർഡ് അധ്യാപകൻ ഷൺമുഖസുന്ദരം, MPTA പ്രസിഡന്റ് സോണിയ, BRC ട്രെയിനർ ആര്യ വിനീത് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. തുടർന്ന് അധ്യാപകരുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ IAS കോച്ചിംഗ് ചോദ്യോത്തര ബുക്കുകൾ കുട്ടികൾക്ക് വിതരണം നൽകുകയും ചെയ്തു. പരിപാടിയിൽ നിരവധിയായ മാതാപിതാക്കളും കുട്ടികളുമാണ് പങ്കെടുത്തത്. തോട്ടം മേഖലയിൽ നിന്നുമുള്ള IAS IPS ഉദ്യോഗസ്ഥർ എന്ന സ്വപ്നം യാഥാർത്ഥ്യത്തിന്റെ ആദ്യപടിയാണ് കോച്ചിംഗ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചത് എന്ന് വിശിഷ്ട അതിഥികൾ വിലയിരുത്തുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.